ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഖാനി റളിയല്ലാഹു അൻഹു തന്റെ ബജറ്റ് സനിയ എന്ന കിതാബിൽ പറയാം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചില ആൾക്കാർ പറയും, യാ റസൂലുള്ളാഹി ഞാൻ കണ്ണുടിക്കട്ടോ, അതെന്നോട് തടുക്കരുത്. ഒരു വൈകി തുറക്കും. പിന്നെ ഒരു കൂടി നിൽക്കും. യാ റസൂലുള്ളാഹി ഞാൻ വന്നോളാം, പക്ഷേ ആ സുബൈക്കുള്ള നിസ്കാരം ഒഴിവാക്കി തരുമോ ചോദിച്ചു നോക്കരുതേ. എന്താണ് ജി എന്റെ പടച്ചോനോട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്നോട് കൽപ്പിക്കാജി, സ്വകയില്ലാന്നല്ലേ പറഞ്ഞത്, ആയിക്കോട്ടെ. പിന്നെ സുബൈക്ക് ആദ്യത്തെ സഹാബി പിന്നെ ആ സഹാബിയാണ് എന്നതുപോലെ മശായിഖന്മാരുടെ കാര്യം വന്നാല് ഒന്നും ഒഴിവാക്കൂല, ഒരാളും മശായിഖന്മാർ ഒഴിവാക്കൂല. എന്നിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഇപ്പൊ പറയുന്നത്, അവരുടെ ഹൃദയത്തിലേക്ക് ആ പരിശുദ്ധമായ ദിക്ർ ഇട്ട് കൊടുക്കും. ആ ദിക്ർ കിട്ടിയാൽ അതിന് 100 പോലെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഒരു ലൈറ്റ് ഓണാക്കിയാല്, ഒരു ബൾബ് ഓണാക്കിയാല് ആ ബൾബ് മാത്രമല്ല കാണുക, അത് ചുറ്റു പോകുന്നില്ലേ അതിന്റെ പവർ അനുസരിച്ചിട്ട്. എന്നതുപോലെ ഈ 100 ഉള്ളിൽ വരുമ്പോ സ്വാഭാവികമായിട്ട് ഇത് പ്രകാശിക്കാൻ തുടങ്ങും. അവ കയ്യും കാലൊക്കെ പ്രകാശിക്കും. അവ കണ്ണുകൊണ്ട് ഹറാമുക്ക് നോക്കുമ്പോ നോക്കണ്ട. കണ്ണുപിടിക്കാൻ പോയപ്പോ അതാ അപ്പൊ നീ റസൂലുള്ളാഹി കള്ളുടിച്ചു ചോദിച്ചപ്പോ നീ ആന്ന് പറയണ്ടില്ലേ, അവൻ വേണ്ട, കളവ് പറയാൻ പറ്റൂലല്ലോ, കളവ് വരതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സാബി കള്ളൂടെ നിർത്തി. എന്തെല്ലാം സംഭവങ്ങൾ അങ്ങനെ. അള്ളാഹു നൂറ് സമാവാത്തിയുണ്ട്, ആ നൂറിട്ട് കൊടുക്കും. അവ കണ്ണ് പ്രകാശിക്കാൻ തുടങ്ങും. ഹറാമ് കാണാൻ കഴിയാതാവും, ഹലാലായത് മാത്രം കാണും. ഹറാമ് സംസാരിക്കൂല, ഹറാമ് കേൾക്കൂല, ഹറാമ് ചിന്തിക്കൂല, അത് ഓട്ടോമാറ്റിക് വരും. അങ്ങനത്തെ ഒരാളെ കള്ളു കുടിച്ച് കിടന്ന നാവ് കഴുകി കൊടുത്ത് മദീസ കൊടുത്ത് കിടത്തുന്ന ആൾക്കാരാണ് മശായിഖന്മാര്.